അയ്യോ വേണ്ട, ഞാനല്ലേ തള്ളിയിട്ടത്. അപ്പൊ ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. ചേച്ചി പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. രാമലീല മൂവി ഓഡിഷൻ. ഇതിനല്ലേ ഞാൻ വന്നേ. ഈശ്വര, ഒരു സീതാവേഷത്തിന് വേണ്ടി ഒരു വാനരസേന മുഴുവനും വന്നിട്ടുണ്ടല്ലോ. രക്ഷപ്പെട്ടു. എന്നെ പോലെ ആരും ഒരുങ്ങി വന്നിട്ടൊന്നുമില്ല. താങ്ക്സ്. രാമ, എന്നെ കൈവിടല്ലേ. നീയാണ് എന്റെ ഒരേ ഒരു ആശ്രയം. പിന്നിച്ചേക്കണേ ഭഗവാനെ. താരേ, ലിസ്റ്റൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. എല്ലാരും എത്തിയല്ലോ അല്ലേ? ആ, എത്തി മായേച്ചി. എന്നാ ഓരോരുത്തരെയായിട്ട് വിളിക്കാം. ആദ്യം വന്ന ആളെ തന്നെ വിളിച്ചോളൂ. അറ്റൻഡർ, സ്നേഹയോട് വരാൻ പറയൂ. ശരി മാഡം. ആരാ സ്നേഹ? ഞാനാണ് സ്നേഹ. അകത്തേക്ക് വരാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. സ്നേഹ ഇരിക്കൂ. പൂർണ്ണമായ ഇഷ്ടത്തോടു കൂടിയാണോ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നത്? അതെ. DKയുടെ ഒരു രണ്ടാം വിവാഹം, അതറിയോ? അറിയാം. അപ്പൊ രണ്ടാം കെട്ടുകാരനെ ഭർത്താവായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സമ്മതമല്ലേ? അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതല്ലേ, അതുകൊണ്ട് നോ പ്രോബ്ലം. എനിക്ക് സമ്മതമാണ്. ഭർത്താവിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കൊരു സഹായിയാണ്. അതുകൂടാതെ എല്ലാം സഹിക്കുന്നവനുമാണ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് മാറി മാറി ഉടുക്കാൻ ധാരാളം സാരികൾ വാങ്ങണം. പിന്നെ അണിഞ്ഞൊരുങ്ങി നടക്കാൻ മേക്കപ്പും വേണം, ആഭരണങ്ങളും വേണം. അതിനെല്ലാമുള്ള പണം തരുന്നൊരു യന്ത്രം, അതാണ് ഭർത്താവ്. സ്നേഹയ്ക്ക് പോകാം. ഓക്കെ മാഡം. ആരാ? ഭുവന. ഞാനാ ഭുവന. വരൂ. നമസ്കാരം. ഈ ലോകത്ത് ഭൂരിപക്ഷം പുരുഷന്മാരും ഭാര്യയ്ക്ക് വേണ്ടി തന്റെ എത്ര വലിയ സന്തോഷവും ത്യാഗം ചെയ്യുന്ന മണ്ടന്മാരാണ്. വേണ്ടി വന്ന അവർ സ്വന്തം അമ്മയും സഹോദരങ്ങളെയും വരെ ഭാര്യയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കും. കുട്ടി പൊയ്ക്കോളൂ. ഓക്കെ. ആരാ? ശാലിനി. ഞാനാ. അകത്തേക്ക് വരൂ. നമസ്കാരം. ഇരിക്കാലോ അല്ലേ? DK പോലെ ഇത്രയും റിച്ചായ ഒരാൾക്ക് ഒരിക്കലും പണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് DK വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ചിത്രേ, ഇവളെ വിളിച്ചോണ്ട് പോകാൻ പറയും. ഇല്ലെങ്കിൽ എന്റെ കൈ ഇവളുടെ കരണത്ത് വീഴും. പോയിക്കോളൂ. യു റിജക്റ്റഡ്. എന്തൊരു പെണ്ണാ ഇത്. ബാഡ് ഓപ്പണിംഗ്. രേവതി ആരാ? ഞാനാ. വരൂ.
ഇത്ര പെട്ടെന്ന് ഇവരുടെയൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞു. അകത്തേക്ക് പോയതിനേക്കാൾ വേഗത്തിലാണല്ലോ തിരിച്ചു വരുന്നത്. സിത്താര ഞാനാ. വരൂ. ഓ, സിത്താര ഇരിക്കും. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ വന്നത്? അതെ. വേഗം ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഭർത്താവിനുള്ള യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് സിത്താരയ്ക്ക് പറയാമോ? പറ്റില്ല. എനിക്കെന്നല്ല, ഈ ഭൂമിയിലെ ഒരു പെണ്ണിനും അത് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അത്രയ്ക്ക് മഹത്തരമായ അർത്ഥമാണ് ഭർത്താവ് എന്ന വാക്കിനുള്ളത്. താലി കെട്ടുന്ന നിമിഷം മുതൽ അവൻ തന്റെ ജീവിതം തന്നെ ഭാര്യയ്ക്ക് നൽകുന്നു. ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം തീർക്കുന്ന ഭർത്താവിനെ എത്ര പൂജിച്ചാലും മതിയാവില്ല. സുഖത്തിലും മാത്രമല്ല, ദുഃഖത്തിലും അവൻ താങ്ങും തണലുമാണ്. ഏത് പ്രശ്നത്തിലും ഭാര്യയ്ക്ക് തണലായി നിൽക്കുന്ന ഭർത്താവ് ഒരു സ്ത്രീയുടെ ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ മനസ്സിലാക്കി അവന്റെ പിന്നാലെ നടന്നാ മതി. അതിനേക്കാൾ സുന്ദരമായൊരു ദാമ്പത്യം ഈ ലോകത്തുണ്ടാവില്ല. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ DKയുടെ ഭാര്യയായിട്ട് മാത്രമല്ല, അമരാവതിയിലെ അമ്മയുടെ മരുമകളായും ഞങ്ങള് 3 മരുമക്കൾക്കും അമ്മായിയമ്മയായും ജീവിക്കേണ്ടി വരും. അതൊരു വലിയ ബാധ്യതയാണ്. ഏറ്റെടുക്കാൻ സിത്താര തയ്യാറാണോ? നിങ്ങളെ പോലുള്ള 3 മരുമക്കൾ കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ശക്തി വേറെയില്ല. സിത്താര ഒരു ഫോട്ടോ എടുത്ത് ഫോൺ നമ്പറും തന്നിട്ട് പൊയ്ക്കോളൂ. ബാക്കി കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. രാവിലെ മുതൽ എത്ര പേരെ നോക്കിയതാ, ഇപ്പോഴാ ശരിയായൊരു പെൺകുട്ടി കിട്ടിയത്. അത് ശരിയാ, ഇവള് നല്ല ഉഗ്രം പെണ്ണ. DKക്ക് നന്നായി ചേരും. നമുക്ക് ഇവളെ തന്നെ സെലക്ട് ചെയ്താ മതി. സിത്താര നല്ല കുട്ടിയാണെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഒരാള് കൂടി വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ആ കുട്ടിയെ കൂടി കാണാം. ചിത്ര, ആ കുട്ടിയെ കൂടെ വിളിക്ക്. അറ്റൻഡർ, യെസ് മാഡം. ആ കുട്ടിയോട് വരാൻ പറയൂ. ശരി മാഡം. ഇനി എന്തിനാ വേറൊരാളെ കാണുന്നത്? നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടിയില്ലേ? നമുക്ക് സിത്താരെ തന്നെ തീരുമാനിക്കാം. അത് മതി. താരേച്ചൊന്നും മിണ്ടാതിരിക്കെ. ഇന്റർവ്യൂവിന് വന്ന ഒരാളെ പോലും കാണാതെ മടക്കി അയക്കുന്നത് ശരിയല്ല. എന്തിന് ഇനി വേറൊരാളെ കാണണം? DKക്ക് ചേരുന്ന പെണ്ണ് സിത്താര തന്നെയാ. ജ്യോതി ഞാനാ. വരൂ. അയ്യോ, ഈശ്വരാ, ഇവരാണോ സിനിമ എടുക്കുന്നത്? സീതാവേഷത്തിന് വന്നത് ഞാനാണെന്നറിഞ്ഞ ഇവരെന്നെ ചൂലെടുത്ത് അടിക്കും. അയ്യോ ഭഗവാന്, ഇനി എന്ത് ചെയ്യും? ഓടിപ്പോയാലോ? രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഇവിടെ എന്തെങ്കിലും നാടകം കളിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അടി ഉറപ്പാ. ആരാത്? ഇന്റർവ്യൂവിന് വന്നതാണോ? പിന്നെന്തിനാ തിരിഞ്ഞു നിൽക്കുന്നത്? ഹലോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഇന്റർവ്യൂവിന് വന്നതാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖമോ കാണണ്ടേ.
ഇത്രയ്ക്ക് നാണിക്കാൻ ഇവിടെ എന്താ ഉള്ളത്? ഹലോ, നിങ്ങളൊന്ന് നേരെ നിൽക്കൂ. ഇതെന്താ മാസ്ക് ഒക്കെ വെച്ച്? അതൊന്ന് മാറ്റി മുഖം ഒന്ന് കാണട്ടെ. അയ്യോ അത് പറ്റില്ല. ഞാൻ മാസ്ക് മാറ്റിയാലേ അതിന്റെ കുഴപ്പം നിങ്ങൾക്ക് തന്നെയാ. അതുകൊണ്ടാ അത് വേണ്ട. ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? കണ്ടെയ്ൻമെന്റ് സോണിന്റെ തൊട്ടടുത്തുനിന്നാ ഞാൻ വരുന്നേ. അപ്പൊ നിനക്ക് കൊറോണ ഉണ്ടോ? ഇല്ലില്ല. പക്ഷേ ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ആപത്ത് വരരുതല്ലോ. അതുകൊണ്ട് സാമൂഹിക അകലം പാലിക്കാന്ന് വെച്ചതാ. മാസ്ക് വെച്ചാ സേഫ്റ്റിയും കിട്ടുമല്ലോ. എന്താ നിങ്ങളുടെ പേര്? ജോ അല്ല ജാനകി. ജാനകി ജാനകി. ഇതെന്താ നീ ഇങ്ങനൊരു വേഷത്തിൽ ഇന്റർവ്യൂവിന് വന്നത്? ഒരുമാതിരി ആശ്രമ കന്യകയെ പോലെ. സീതയുടെ വേഷം ഇതായിരുന്നല്ലോ. ആ വേഷത്തിൽ വന്നാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ. ക്യാരക്ടർ ക്യാരക്ടർ. ഗുഡ് ക്യാരക്ടർ. താങ്ക് യു. അത് ശരി, അപ്പൊ നീ സ്വയം സീതയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അയ്യോ അല്ലല്ലല്ല. ലോകത്ത് സീത ഒന്നേ ഉള്ളൂ. അത് രാമന്റെ സീതയാ. അവരെ പോലെ ആവാൻ ഈ ലോകത്ത് മറ്റാർക്കും പറ്റില്ല. സീതയെ ആദർശമായി സ്വീകരിച്ച എല്ലാ വീടും അയോധ്യയാവും. നാട് രാമരാജ്യമാവും. ജാനകി ഇരിക്കൂ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇനി അടുത്തെങ്ങാനും ഇരുന്നിട്ട് അസുഖം വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാ. ശരി, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. ഭർത്താവിനെ കുറിച്ച് എന്താ ജാനകിയുടെ സ്വപ്നം? ഭർത്താവ് എന്നാൽ ശ്രീരാമനെ പോലെ ഇരിക്കണം. സ്വന്തം അമ്മയെ എല്ലാവരും ബഹുമാനിക്കും. പക്ഷേ രാമൻ അത് മാത്രമല്ല ചെയ്തത്. പെറ്റമ്മയെ പോലെ തന്നെ രണ്ടാനമ്മയും ബഹുമാനിച്ചു, ആദരിച്ചു. അത്രയും മഹത്തരമായ വ്യക്തിത്വത്തിനുടമയാണ് രാമൻ. അതുപോലെ ഒരു ഭർത്താവിനെ വേണമെന്ന് ഏത് സ്ത്രീ ആഗ്രഹിക്കാത്തത്? സ്ത്രീകളെ ഇത്രയേറെ ബഹുമാനിക്കുന്ന ഒരാള് സ്വന്തം ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഓരോ സ്ത്രീയും സ്വന്തം ഭർത്താവിൽ ശ്രീരാമനെ കാണാൻ ശ്രമിച്ചാൽ മതി. ആദർശ ദാമ്പത്യം എല്ലാ വീട്ടിലും ഉണ്ടാവും. സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനൊപ്പം നിൽക്കുന്നതാണ് ഭാര്യയുടെ സന്തോഷം എന്നതിന് സീതാരാമന്മാരെക്കാൾ വലിയൊരു ഉദാഹരണം വേറെയില്ല. ഭർത്താവിന്റെ കൂടെ വനവാസം പോലും സീതയ്ക്ക് സ്വർഗതുല്യായിരുന്നില്ലേ? പറഞ്ഞതൊക്കെ ശരി തന്നെ. നീ ഈ പറഞ്ഞതൊക്കെ എങ്ങനെ തെളിയിക്കാൻ കഴിയും? സീതയുടെ സ്വഭാവത്തിലുള്ള പെണ്ണ നീയെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഒരു മിനിറ്റ്. ആദ്യം ഞാൻ പാലൊഴിച്ചു, പിന്നെ വെള്ളമൊഴിച്ചു. ഇനി നിങ്ങൾക്ക് ഈ പാലിൽ നിന്ന് വെള്ളത്തിനെയോ വെള്ളത്തിൽ നിന്ന് പാലിനെയോ പരസ്പരം വേർതിരിക്കാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് ഇതുപോലെയാ, പാലും വെള്ളവും പോലെ. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി കാണിക്കാം. കപ്പിലെ വെള്ളം ഭർത്താവാണ്, ചായപ്പൊടി ഭാര്യ. ഭർത്താവിന്റെ സ്നേഹത്തിൽ കുതിർന്ന് ഇരുവരുടെയും നിറം തന്നെ മാറി. ഇതിനെയും പരസ്പരം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്. ഇനിതാ ഇതുപോലെ കുറച്ച് മധുരം കൂടി ചേർത്താലോ? ദാമ്പത്യം മാത്രല്ല, ആ കുടുംബം ആകെ മധുരമുള്ളതാവും. നിങ്ങൾ പൊയ്ക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം. മിണ്ടാതിരിക്കടി, ഇനി വായ തുറക്കരുത്. ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പോകാം. കൂടെ നമ്പറും ഏൽപ്പിക്കണം. തീർച്ചയായിട്ടും. അയ്യോ താങ്ക് യു. താങ്ക്സ് കേട്ടോ. ശരി എന്നാ.
എന്ത് മനോഹരമായിട്ടാ അവൾ ഓരോന്നിനും ഉത്തരം പറഞ്ഞത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കിയാണവൾ. അതെ അതെ, സിതാരെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. ഭർത്താവിനെ ബഹുമാനിക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. സിതാര തന്നെയാ DKക്ക് ചേർന്ന പെണ്ണ്. ഏയ്, ഞാൻ പറഞ്ഞത് സിത്താരയുടെ കാര്യമല്ല, ജാനകിയുടെ കാര്യം. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉദാഹരണ സഹിതം അവള് മറുപടി തന്നത് കണ്ടില്ലേ? അതാണ് അത്ര വലിയ കാര്യം. പാലില് വെള്ളം ഒഴിക്കാനും വെള്ളത്തില് ചായപ്പൊടി കലർത്താനും പിന്നെ അതില് പഞ്ചസാര ഇടാനും ആർക്കാ അറിയാത്ത? എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയുന്നത് തക്ക സമയത്ത് ഉപയോഗിക്കുന്നതിലാണ് മിടുക്ക്. അതവൾക്ക് നല്ലതുപോലെയുണ്ട്. ഓ, അതൊന്നും അത്ര വലിയ മിടുക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരുടെ ഫോട്ടോ കിട്ടി. നോക്കട്ടെ. നോക്കുമ്പോ ചേച്ചി, സിതാര എത്ര സുന്ദരിയാ. നമുക്ക് ഇവളെ തന്നെ മതി. സിത്താരയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ജാനകിയുടെ മുഖത്തിന് എന്തോ ഒരു പ്രത്യേകത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്കവളെ യഥാർത്ഥ സീതയായിട്ട് തന്നെ ഫീൽ ചെയ്തു. മര്യാദ, സംസ്കാരം എല്ലാം അവളിലുണ്ട്. അതൊക്കെ വെറും തോന്നല. ഈ അണിഞ്ഞൊരുങ്ങി ഫാൻസി ഡ്രസ് ചെയ്ത് വന്നവളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. തലയിൽ കയറ്റി വച്ചാ പിന്നെ വലിയ അപകടമാവും. നമുക്ക് സിതാര തന്നെ മതി. ആത്മവിശ്വാസം, ടൈമിംഗ്, വ്യക്തവും കൃത്യവുമായ സംസാരം. എന്തായാലും എനിക്ക് ഈ ജാനകിയെ ഒരുപാട് ഇഷ്ടമായി. സിതാരയെ സംസാരിച്ചത് നല്ല വ്യക്തമായിട്ട് തന്നെയാ. അതെ, എനിക്കതിൽ സംശയമില്ല. പക്ഷെ തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, DK അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ഫോട്ടോകളും DK കാണിക്കാം. ഏത് വേണമെന്ന് DK തീരുമാനിക്കട്ടെ. എത്ര ഫോട്ടോ കാണിച്ചാലും ഒരാളെയല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ. DK കല്യാണം കഴിക്കുന്ന ആ ഒരാൾ എന്റെ സിതാര തന്നെയായിരിക്കും. എന്റെ അമ്മായിയമ്മയായിട്ട് അമരാവതിയിലേക്ക് സിതാര തന്നെ വരും. കൊണ്ടുവരും ഞാൻ. ഇതെന്താണ് DK? ക്വാളിറ്റി ചെക്ക്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഫുഡ് ആണെങ്കിലും ഓക്കെ, പക്ഷെ ഇത് നോസിൽ മീറ്റർ. പാകം ചെയ്തത് മാത്രമല്ല, അതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയും ഇങ്ങനെ മണം നോക്കി മനസ്സിലാക്കാൻ പറ്റും. ദേ നോക്ക്, ഈ മുളക് പൊടിയിൽ കളർ കലർത്തിയിരിക്കുകയാണ്. ഉപ്പുപൊടിയിൽ ഉപ്പ് കുറവാണ്. ഈ മഞ്ഞൾപ്പൊടി മഞ്ഞളിന്റെ ചണ്ടി പൊടിച്ച് അതിൽ കളർ ചേർത്തതാണ്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മാർക്കറ്റിൽ കിട്ടുന്നല്ലേ വാങ്ങാൻ പറ്റൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ മനസ്സ് വെക്കണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മുതൽ മാർക്കറ്റിൽ നിന്നും ക്വാളിറ്റിയുള്ള വറ്റൽമുളക് വാങ്ങി വൃത്തിയാക്കി ഉണക്കി നമ്മൾ തന്നെ പൊടിച്ചെടുക്കും. കൃഷിക്കാരിൽ നിന്ന് മഞ്ഞൾ നേരിട്ട് വാങ്ങി പുഴുങ്ങി ഉണക്കി നമുക്ക് ആവശ്യമുള്ളത് പൊടിച്ചെടുക്കണം. മല്ലിയും ഉപ്പും എല്ലാം അങ്ങനെ തന്നെ. മായം കലർന്ന പൊടികൾ ഉപയോഗിച്ചാൽ കഴിക്കുന്നവർക്ക് ആയുസ് കുറയും, രോഗങ്ങൾ മാറില്ല. ഓക്കെ, എന്തിനാ നിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് വന്നേ? ഞങ്ങൾ ഈ മഞ്ഞളും മുളക് പൊടിയും കാണിക്കാൻ. എന്ത്? അയ്യോ അല്ലല്ല, ഞങ്ങൾ ഈ ഫോട്ടോ കാണിക്കാൻ. ഫോട്ടോയോ? DK, ഞങ്ങള് കുറച്ച് പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്തു. അതിന്ന് 2 പെൺകുട്ടികളെ സെലക്ട് ചെയ്തു.
ഈ രണ്ടുപേരിൽ ആരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പണ്ട് സുപ്രിയയും ഞാനും ഷോപ്പിങ്ങിന് പോകുമ്പോ സെലക്ഷന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഒരു കാര്യം ചെയ്തിരുന്നു. എന്ത് കാര്യം? ഒരു തീപ്പെട്ടിക്കളി. കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ചിരുന്ന കളിയാ. 10 വരെ എണ്ണിക്കൊണ്ട് തീപ്പെട്ടി പടങ്ങൾ കൈമാറി കളിക്കും. 10 എണ്ണുമ്പോ വലതു കൈയിൽ വരുന്നത് ഒടുവിൽ സെലക്ട് ചെയ്യും. ഓ, തീപ്പെട്ടി ഗെയിം. ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് വെറും തീപ്പെട്ടിപ്പടങ്ങളല്ല, കയ്യിലിരിക്കുന്നത് വെറും ഫോട്ടോസ് മാത്രമല്ല. DKയുടെ ഭാര്യ ആകേണ്ടവളാ, ഈ വീട്ടിലെ മരുമകളാവേണ്ട ആളാ അത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് അവർ അമ്മായിമ്മ കൂടിയ. അതുകൊണ്ട് ഈ ഫോട്ടോകളൊന്ന് നോക്കിയിട്ട് പോരെ സെലക്ട് ചെയ്യുന്നത്. വേണ്ട, ഈ വീടിന്റെ പുതിയ മരുമകളെ അമരാവതിയുടെ യഥാർത്ഥ മരുമകൾ തന്നെ സെലക്ട് ചെയ്യും.